റിയൽമിൻ്റെ X50 Pro 5G ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. സംഗതി ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല കുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഒന്നും കണ്ട് എടുത്തതാണ്. നമ്മളെ കയ്യിൽ ഇപ്പോൾ ഉള്ള iPhone SE കൊടുത്തുകൊണ്ട് എടുക്കണോ അതോ വേറെ പൈസ കൊടുത്തുകൊണ്ട് തന്നെ വാങ്ങണമെന്നില്ല. എനിക്ക് ഇങ്ങനെ ഇതാണ് സംഗതി. ഏതൊരു ചങ്ങായി ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത് 13,000 റുപ്യക്ക് ഉണ്ടാകാണ്ട് ഇട്ടപ്പോൾ ഒന്ന് എടുത്താലോ എന്ന് കരുതിയതാണ്. അപ്പോൾ ഞാൻ ചങ്ങായിൻ്റെ അടുത്ത് കുറച്ച് പൈസ കടം വാങ്ങിക്കാണ്ട് എടുത്തിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് iPhone SE കൊടുക്കണ്ടേന്നൊക്കെ തീരുമാനിച്ചാന്നില്ല കേൾക്കാം. സംഗതി എന്താ വെച്ചാൽ നമ്മളൊരു 2-3 മാസമൊക്കെ കൂടുമ്പോൾ നമുക്കൊരു ഫോൺ ചടക്കും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ചടക്കും എന്ന് പറഞ്ഞാൽ മാറ്റാൻ അങ്ങനെ തോന്നും. ഒഴിവാക്കിയില്ല ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്നില്ല, പക്ഷെ നമുക്കിങ്ങനെ മാറ്റാൻ തോന്നും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ അത് വാട്സപ്പ് ഗ്രൂപ്പിൽ 13,000 റുപ്യക്ക് ഇങ്ങനെ കണ്ടപ്പോൾ സംഗതി നമുക്ക് എന്താ വെച്ചാൽ കുറേ മുമ്പ് ഇറങ്ങിയ നമുക്ക് എടുക്കാൻ കഴിയാത്ത, എടുക്കണമെന്ന് തോന്നിയ, എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായ സാധനങ്ങളൊക്കെ കഴിക്കാറും നമ്മളിപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ 2020 ഇറങ്ങിയ സാധനമാണ്. അന്ന് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇത് കണ്ടിട്ടോ ഇഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ദമ്മാണെന്നൊക്കെ മനസ്സിലിങ്ങനെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. പക്ഷെ എടുക്കാൻ കായ് അന്ന് വേണ്ടേ. ഇന്നിപ്പോൾ സെക്കൻഡ് എടുക്കാനുള്ള കായ് തന്നെ ഇപ്പോൾ ആൾക്കാരോടും മറ്റുള്ളവരോടൊക്കെ ചോദിച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ നിന്നാണ് ഇങ്ങനെ പായരം പളമ്പല്ല. എന്തായാലും സംഗതി നമുക്ക് പണ്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കയറി നമ്മളിങ്ങനെ എടുക്കണേ. അപ്പോൾ അങ്ങനത്തെ ഒരു ഐറ്റം റിയൽമിൻ്റെ X50 Pro 5G എന്ന് പറയുന്ന മുതൽ നമ്മളിവിടെ എടുത്തിക്കണ് 13 റുപ്യക്ക്. അപ്പോൾ സംഗതി ഇപ്പോൾ ഇത് നമ്മൾ തന്നെ എടുത്തായതുകൊണ്ട് ഇതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻ്റ് നമ്മൾ തന്നെ സെറ്റ് ചെയ്തേക്കണ്. സംഗതി നോക്കുമ്പോൾ ഒരു AMOLED ഡിസ്പ്ലേ 90 Hz റീഫ്രഷ് റേറ്റ് ഒക്കെ ഉള്ള AMOLED ഡിസ്പ്ലേ 2020 കേട്ടോ. 90 Hz ആണ്. 120 Hz വ്യാപകം അയക്കണം, എന്നാലും 90 Hz ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ HDR10 സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു AMOLED, നല്ലൊരു ബസലൊക്കെ അത്യാവശ്യം നല്ല തിന്നായിട്ടുള്ള ബസൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് യൂസ് ചെയ്തതിൻ്റെ നല്ല നല്ല കേടുപാടുകൾ ഇതുണ്ട്. എന്തായാലും ഒരു 2 കൊല്ലത്തെ യൂസിങ് ഇതിന് ഉണ്ടാവും. പിന്നെ ലുക്കിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ബാക്കൊക്കെ വന്നാൽ റിയൽമിൻ്റെ ഒരു ട്രേഡ് മാർക്ക് ലുക്ക് തന്നെയാണത്. റിയൽമി അധികം ഫോണിൽ കൊടുക്കുന്ന ഒരു ലുക്കാണ്. നല്ല ഇഷ്ടപ്പെട്ട ലുക്കാണ്, നല്ല കളറാണത്. പിന്നെ ഉപയോഗിച്ചുകൊണ്ട് കളറ് വേറെ അങ്ങോട്ട് കുറച്ച് ആയമാരിച്ച് തോന്നുന്നുണ്ട്. സംഗതി ഒന്നുകൂടി കളർ ഉണ്ടാവില്ല. അതൊന്നും ക്യാമറയിൽ കാണുന്നതിൻ്റെ പ്രശ്നങ്ങളാണെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ സ്നാപ്ഡ്രാഗൺ 865 പറഞ്ഞ ചിപ്സെറ്റാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ 5G ആണ് സംഗതി. മുമ്പിലൊക്കെ കണ്ടില്ല നിങ്ങൾ, 2 ക്യാമറ ഉണ്ട് ഇതിന് മുമ്പിൽ. 32 മെഗാപിക്സലിൻ്റെയും 8 മെഗാപിക്സലിൻ്റെയും ഒരു ക്യാമറ, 2 ക്യാമറ എന്താണ് ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊല്ലത്തുള്ളൊരു ചങ്ങായി ഞാൻ പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഇട്ടപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ കൊല്ലത്തുനിന്ന് കൊറിയർ വൈക്കാണ് വന്നത്. അപ്പോൾ 210 റുപ്യ തരാണെന്നുണ്ടെങ്കിൽ കൊറിയർ ഭയങ്കര സേഫ്റ്റി ആയിട്ടായിരിക്കും കാര്യങ്ങൾ എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സേഫ്റ്റിയിൽ അയച്ചിട്ടുള്ളൊരു കവറാണത്. ഭയങ്കര സേഫ്റ്റി പറഞ്ഞാൽ മനസ്സിന് ഊരാൻ കിട്ടാത്തൊരു കോലായി. പിന്നെ കത്തിയൊക്കെ ഉപയോഗിച്ചേണ്ടി വന്ന് അത്രക്കും ഭയങ്കര സേഫ്റ്റിയിലാണ് 210 റുപ്യക്ക് പോലെ പാക്ക് ചെയ്ത് അയച്ച കൊറിയർ സംഗതി. കണ്ടില്ല നിങ്ങൾ, പെട്ടിയും ചാർജറൊക്കെ ഉണ്ട് കേട്ടോ. ഓൺലി സെറ്റ് മാത്രമല്ല, റിയൽമി X50 Proയുടെ കൂടെ 65 വാട്ട് വരുന്ന ചാർജർ, ഒറിജിനൽ ചാർജർ നമുക്ക് കിട്ടുന്നുണ്ട്. ഫോണിൻ്റെ പേരോട് സൈഡിലുണ്ട് കേട്ടോ. കോയി ഊക്കിക്കണം. അപ്പോൾ സംഗതി നമുക്ക് പൊളിച്ചാനാണ് കിട്ടാത്ത അത്രയും സേഫ്റ്റി എന്ന് പറഞ്ഞപ്പോൾ എത്ര സേഫ്റ്റി നമ്മൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ സാധനം അവിടെ കൊടുക്കുന്നുണ്ട്. 2 ദിവസം യൂസ് ചെയ്ത് നോക്കുമ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും നല്ല അടിപൊളി സാധനമാണ്. 4200 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്ന ഒരു ഫോണിൽ ആദ്യമായിട്ടാണ് 4000 mAh ബാറ്ററി അറിയുന്നൊരു സംഗതി വരുന്നത്. അതുകൊണ്ട് മാത്രമല്ല കൂടുതൽ ബാറ്ററി ലൈഫ് തോന്നുന്നത്. സംഗതി നോക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒക്കെ ബാറ്ററി ലൈഫ് നമുക്ക് സുഖസുന്ദരമായിട്ട് കിട്ടും. നല്ല യൂസിങ് ആണെങ്കിൽ തന്നെ രാവിലെ കുത്തിവെച്ചെടുത്താൽ എന്തായാലും രാത്രിയാവോളം നമുക്ക് ചാർജ് ഇതിൽ കിട്ടും. അത്യാവശ്യം നല്ല യൂസിങ് ആണെങ്കിൽ തന്നെ.
പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ക്യാമറയുടെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോഡ് ക്യാമറ സെറ്റപ്പ് എന്നൊക്കെ പറയില്ല, അതായത് 4 ക്യാമറ ഉള്ളൊരു സെറ്റപ്പാണ് ഉള്ളത്. 64 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ സെൻസർ, പിന്നെ 12 മെഗാ പിക്സലിൻ്റെ പോർട്രേറ്റൊക്കെ എടുക്കാൻ പറ്റിയ ടെലോഫോട്ടോ അങ്ങനത്തെ ലെൻസ്, പിന്നെ ഒരു 8 MP മാക്രോ, 2 MP മാക്രോ, 8 MP അൾട്രാ വൈഡ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ക്യാമറൻ്റെ ഒരു ക്ലാരിറ്റി നോക്കുകയാണെങ്കിൽ ഇവിടെ ഫിംഗർ പ്രിൻ്റൊക്കെ ഭയങ്കര സ്മൂത്ത് ആട്ടോ, ഉണ്ടല്ലോ നിങ്ങൾ. ഫിംഗർ പ്രിൻ്റൊക്കെ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ക്യാമറൻ്റെ ഇത് ഇവിടെ നോക്കുമ്പോൾ നോർമലായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴൊരു ക്ലാരിറ്റി എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണിച്ചു തരാം. ഇതാ ഈ ഒരു ലെവലാണ്. ഇതിപ്പോൾ 12 മെഗാ പിക്സലിലൊക്കെ ആയിക്കാരം ഇത് ഷൂട്ടായിട്ടുണ്ടാവുക. നേരെ മറിച്ച് നമ്മൾ ഈ റിയൽമിൻ്റെ എന്നല്ല, ഈ 64 മെഗാ പിക്സലിലൊന്നും കാര്യമില്ല എന്ന് നമ്മളിങ്ങനെ പറയും. പക്ഷേ ചില ഫോട്ടോയിൽ ചിലതൊക്കെ നമുക്ക് എടുക്കുമ്പോൾ കൂടുതൽ ക്ലിയറിൽ കിട്ടണമെങ്കിൽ, അതേപോലെ അതിൽ നമ്മൾ നോർമലി ഒരു ഫോട്ടോ എടുക്കൂലേ, അതായത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ബ്ലർ ചെയ്യാതൊക്കെ എടുക്കൂലേ, അങ്ങനത്തെ ഒക്കെ എടുക്കുമ്പോൾ 64 മെഗാ പിക്സൽ, അതായത് ഒരു അതായത് നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾക്കൊരു പോർട്രേറ്റ് ഫോട്ടോ ഒന്നും ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് എടുക്കണ്ട എന്നുള്ള ഒരു സംഗതിക്ക് അങ്ങനത്തെ ഒരു ഘട്ടമൊക്കെ വന്നാൽ യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ക്യാമറ മോഡ് എന്ന് പറയുന്നത് 64 മെഗാ പിക്സൽ, 48 മെഗാ പിക്സൽ. അതായത് ഒരു ഫോണിന് ഇങ്ങനെ 48 അല്ലെങ്കിൽ 64, 108, 200 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, അതിൽ ചൂസ് ചെയ്തെടുക്കണതാണ്. സംഗതി അതിൽ സൂം ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല, പക്ഷേ നമുക്ക് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാലും കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ക്രോപ്പ് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിക്കുള്ള സംഗതിയാണ് ഈ 64 മെഗാ പിക്സൽ 108 എടുത്തുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ 64 എടുത്തതും 108 എടുത്തതും ഇപ്പോൾ ഈ കാണുന്ന തെങ്ങും ചേമ്പിൻ്റെ ഇലയൊന്നും ചേനൻ്റെ ഇലയൊന്നും എന്താണെങ്കിലും ഏതിൻ്റെ ഇലയാണെങ്കിലും അതൊന്നും എടുത്താൽ, ഇങ്ങനത്തെ ഒരു അടുത്തു നിന്നുള്ള ഫോട്ടോ ഒന്നും എടുത്താൽ നമുക്ക് 64 മെഗാ പിക്സലിൻ്റെ അതുപോലെ തന്നെ 12 മെഗാ പിക്സലിൻ്റെ ഒന്നും നോർമലായിട്ട് എടുക്കുമ്പോഴുള്ള ഒരു മാറ്റം നമുക്ക് തിരിയില്ല. 64 നോർമലും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചാലോ. വ്യത്യാസം നമ്മളെ ബൈക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യണം, കുറച്ച് ദൂരത്ത് നിന്നുണ്ട്, ഒരു 10-20 മീറ്റർ ദൂരത്ത് നിന്നുണ്ട്. 20 മീറ്റർ ഉണ്ടാവില്ലേ, എന്തായാലും ഒരു 15 മീറ്റർ വിട്ടുനിന്നാണ്ട് നമ്മൾ ഒരു സാധനം ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നോർമലി നമ്മൾ ഷൂട്ട് ചെയ്ത് അത് കഴിഞ്ഞ് 64 മെഗാ പിക്സലിൽ നമ്മൾ ഷൂട്ട് ചെയ്തു. ഇപ്പോൾ രണ്ടിൽ നമ്മൾ ഷൂട്ട് ചെയ്തു. ഞാൻ വ്യത്യാസം കാണിച്ചു തരാം. എന്താ വെച്ചാൽ സംഗതി നിങ്ങൾ എടുത്ത് നോക്കുക, 64 മെഗാ പിക്സൽ അല്ലെങ്കിൽ നിങ്ങളെ ഫോണിൽ ഏത് ഇതാണുള്ള വെച്ചാൽ ഒന്ന് എടുത്ത് നോക്കിയിട്ട് സംഗതി നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതിൻ്റെ കുറച്ച് വിട്ടുനിന്ന് എടുത്ത് നോക്കിയാൽ സംഗതി മനസ്സിലാവും. എന്താ വെച്ചാൽ സൂം ചെയ്യുമ്പോഴും നല്ല ക്ലാരിറ്റി കിട്ടുന്ന ഒരു സാധനം എന്ന് പറയുന്നത് 64 മെഗാ പിക്സലിൻ്റെ സംഗതിയാണ്. കൂടുതൽ ഡീറ്റെയിലിങ് മറ്റേത് അത്രയ്ക്ക് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. നമുക്ക് കണ്ട് നിങ്ങൾ അവിടെ തന്നെ സൂമിങ് അവസാനിച്ച് അതിൻ്റെ നോർമലി എടുത്ത സാധനമാണിത്. എന്നാൽ 64 എടുത്ത് നമുക്ക് നോക്കി എത്ര സൂം ചെയ്താലും ഒരു ക്ലാരിറ്റി ലെവൽ കിട്ടുന്നുണ്ട്. കണ്ടല്ലോ നിങ്ങൾ. മനസ്സിലായോ? മനസ്സിലായില്ല നിങ്ങളാണ് എടുത്ത് നോക്കിയല്ല പത്ത് ഞാൻ പറയണേ അല്ല, പിന്നെ മനസ്സിലായി. ഫോണിൻ്റെ പ്രത്യേകമായിട്ട് ഒരു 48 മെഗാ പിക്സൽ അല്ലെങ്കിൽ 64 മെഗാ പിക്സൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ തന്നിക്കണമെന്നുണ്ടെങ്കിൽ അതിലെടുത്ത് നോക്കിയാൽ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി, കൂടുതൽ ഡീറ്റെയിലിംഗ് ഒക്കെ 64 മെഗാ പിക്സലിൻ്റെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് 64 മെഗാ പിക്സലിൽ കാര്യമില്ല എന്ന് പറയുന്നത് വലിയ കാര്യമില്ലാത്തൊരു കാര്യമാണെന്ന് വെച്ച് തോന്നി. പിന്നെ വീഡിയോൻ്റെ ഒക്കെ ഇപ്പോഴത്തെ ഒരു ക്ലാരിറ്റി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ അതാണ്. നമുക്ക് 4K-ലാണെങ്കിലും 1080p-ലാണെങ്കിലും 60 FPS കിട്ടാണ്ട് ഷൂട്ട് ചെയ്യുക. ക്ലാരിറ്റി ഒക്കെ നോക്കുമ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം ഈ കാലത്ത് നമുക്ക് ഉപയോഗിക്കാം. സംഗതി കുഴപ്പമൊന്നുമില്ലാന്ന് തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ക്ലാരിറ്റി വരുന്നത്. പിന്നെ സെൽഫിയിലാണെങ്കിൽ നമുക്ക് സെൽഫി വീഡിയോയിലാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 1080p-ൽ 30 FPS ആ ഒരു ലെവലിൽ വരെ ഷൂട്ട് ചെയ്യട്ടെ നമുക്ക്. കണ്ടില്ലെങ്കിൽ എൻ്റെ iPhone SE ഫോണെല്ലാം കൊണ്ടിങ്ങനെ വീഡിയോ പോലും ഇങ്ങനെ. പിന്നെ ഇപ്പം നൈറ്റ് മോഡായിട്ടും പല ഓപ്ഷനുകളൊക്കെ ഇതിലുണ്ട്. മോറിൽ പോയാൽ കുറച്ച് ഓപ്ഷൻസുകളും കാണാം. ഉണ്ടല്ലോ നിങ്ങൾ എന്തൊക്കെയുള്ള വെച്ചാൽ യൂസ് ചെയ്യുക. അപ്പോൾ മൊത്തത്തിൽ എല്ലാ ഫീച്ചറുകളും പരിശോധിച്ചുകൊണ്ട് iPhone SE മാറ്റണമെന്നൊക്കെ ചോദിച്ചാൽ അതിപ്പോൾ മാറ്റണമെന്നിപ്പോൾ നമുക്ക് തോന്നുന്ന ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം ചാർജിങ് ഇത് അപാരം സാധനം എപ്പോഴും നല്ലോണം കിട്ടുന്നുണ്ട്. iPhone SE എന്തായാലും ഒരു ദിവസം 2 വട്ടം കുത്തിയേക്കേണ്ട അവസ്ഥയാണുള്ളത്.
പിന്നെ ഇപ്പോൾ ഇത് യൂസ് ചെയ്തതിന് നല്ല പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ തന്നെ ക്യാമറ ഇപ്പോൾ നമുക്കിപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ഏറ്റവും നല്ല പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നി ഐഫോൺ എസ് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്താ ഇത് എടുക്കണതിൽ കുഴപ്പമൊന്നുമില്ല, ഈ കാലത്ത് നമുക്ക് ഉപയോഗിച്ചാൽ. പിന്നെ 5G ആണിത്, അങ്ങനെ ഒരു ഉപകാരമുണ്ട്. ഐഫോൺ എസ് ആകുമ്പോൾ 5G അല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഐഫോൺ എസ് 5G അല്ല, എന്നാലും കാര്യങ്ങൾ നമുക്ക് സ്മൂത്തായിട്ട് ഐഫോൺ എസിലും കിട്ടും. പിന്നെ വീഡിയോൻ്റെ ക്ലാരിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നോക്കുകയാണെങ്കിൽ ഐഫോൺ എസ് തന്നെയാണ് വെച്ച് തോന്നി, ഒന്നുകൂടി പെർഫെക്ഷനായിട്ട് തോന്നി. രണ്ടും ഏകദേശം സെയിം ക്ലാരിറ്റി തന്നെയാണ്, പക്ഷെ ഒന്നുകൂടി പെർഫെക്ഷനായിട്ട് തോന്നിയ ഐഫോൺ എസ് ആണ്. പിന്നെ പോർട്രേറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ 2x പറയാൻ പറഞ്ഞിട്ടുണ്ടോ, പോർട്രേറ്റിൽ ഇതിൽ 2x സൂം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. 2x സൂമിലൊരു ഫോട്ടോ എടുത്ത് കാണിച്ചിടത്തോളാണ് ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സംഗതി എന്നുള്ളത്. ചെമ്പിൻ്റെ എന്താ ഏതാണെന്ന് ഇപ്പോഴും ഉറപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊരു ക്ലാരിറ്റി അറിയണ ഇതാണ്. 2xലും നമുക്ക് എന്താക്കാം, ഫോട്ടോകളൊക്കെ എടുക്കുക. ഉണ്ടല്ലോ ഞങ്ങൾ ക്ലാരിറ്റി വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ എഡിറ്റ് ഡിറ്റക്ഷനൊക്കെ കറക്റ്റ് സാധനമാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നേരെ മറിച്ച് ഐഫോൺ എസിൽ നമുക്ക് ഈ ഒരു 2xൽ എടുക്കാൻ പറ്റില്ല, അതൊന്നും തന്നെ ഇങ്ങനത്തെ ഒബ്ജക്റ്റുകളൊന്നും എടുക്കാൻ പറ്റില്ല. നേരെ മനുഷ്യന്മാരെ മൂന്നിൻ്റെ അടുത്താണ് കൊണ്ടുപോയി വെച്ചുകൊണ്ട് പോർട്രേറ്റിൽ ഫോട്ടോ എടുക്കാനേ കഴിയുള്ളൂ ഐഫോൺ എസിൽ. ഇതിലാണെങ്കിൽ നമുക്ക് 2xലിടാം, 1xൽ ഇട്ടെടുക്കാം, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ക്യാമറൻ്റെ ആ കാര്യത്തിൽ ഐഫോൺ എസ് ചെറിയൊരു ചൊറയാണെങ്കിലും നമുക്ക് കൂടുതലായിട്ടും വീഡിയോ എടുക്കാനൊക്കെ വരിക. പോർട്രേറ്റ് ഫോട്ടോകൾ പിന്നെ നമ്മളെ ചെറുക്കന്മാർ കുറേ ഫോണുകളുണ്ടല്ലോ, അതുകൊണ്ട് മിക്കവാറും ഇത് ഒഴിവാക്കുന്നിടത്തേക്കാണ് കാര്യങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും എന്താ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിയോണ്ട് ഐഫോൺ എസ് കയ്യിൽ നിന്ന് പോയതുമില്ല. ഇനിയിപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് നിലനിർത്തുന്നതും ചെയ്യാം, ചങ്ങായിൻ്റെ പൈസ ഏതെങ്കിലും വിറ്റിട്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. സംഗതി ഇപ്പോൾ കാര്യങ്ങൾ സേഫാണെന്ന് അർത്ഥം. നമുക്കിത് വേണമെങ്കിൽ വിൽക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഐഫോൺ എസ് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുകയും ചെയ്യാം. കാര്യങ്ങൾ നമ്മൾ കൈക്ക് തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ മിക്കവാറും ഇത് ഒഴിവാക്കുന്നിടത്ത് തന്നെയാണ് കാര്യങ്ങൾ കേട്ടോ. ചിലപ്പോൾ പറയാൻ പറ്റില്ല, എപ്പോഴാണ് ഏതാ തോന്നണമെന്ന് അറിയത്തില്ല എൻ്റെ കാര്യം ആയതുകൊണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ കണ്ടുമുട്ടുന്നൊക്കെയല്ലേ അപ്പോൾ നമ്മൾ പറയല്ലേ, അതാണ് പറഞ്ഞാൽ ഇപ്പോൾ പോകുന്നപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് എന്നാൽ പറയണം. മറ്റൊരു വീഡിയോയിൽ നമ്മൾ കണ്ടുമുട്ടേണ്ടി വരും.